കേരളത്തിൽ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച ഇനം വിത്തുകളും സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളാണ് കേരള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശൂർ. കേരള കാർഷിക സർവകലാശാല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത്. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് ഇവിടുത്തെ മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് അവിടെ നടക്കുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങളാണ് ഇവിടെ വികസിപ്പിക്കുന്നത്. നെക്സ്റ്റ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ബാക്കിയുള്ള ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടോട്ടലൈസ് ചെയ്തിട്ട് പറയാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശൂർ. പെപ്പർ റിസർച്ച് സ്റ്റേഷൻ, പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം, പന്നിയൂർ, കണ്ണൂർ. അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ, ആനക്കയം, മലപ്പുറം. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ, ചാലക്കുടി, തൃശൂർ. ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് പുൽത്തൈലമാണ്, അത് ഓടക്കാലി, എറണാകുളം. ബനാന റിസർച്ച് സ്റ്റേഷൻ, എത്തവാഴ ഗവേഷണ കേന്ദ്രം, കണ്ണാറ, തൃശൂർ. കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ, മാടക്കത്തറ, തൃശൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം, മാടക്കത്തറ. കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ, വെള്ളാനിക്കര, തൃശൂർ. ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാമ്പാടുംപാറ, ഇടുക്കി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, സുഗന്ധ ഗവേഷണ കേന്ദ്രം, കോഴിക്കോട്. റൈസ് റിസർച്ച് സ്റ്റേഷൻ, വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. 4 സ്ഥലങ്ങളുണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രം. നെക്സ്റ്റ് പൈനാപ്പിൾ, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, വെള്ളാനിക്കര, തൃശൂർ. അടുത്തത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ, അമ്പലവയൽ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ്, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ കേന്ദ്ര ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. ടിഷ്യൂ കൾച്ചർ റിസർച്ച് സെൻറ്റർ, പാലോട്, തിരുവനന്തപുരം. ഇനി വിത്തും വിളവും എന്നുള്ള ഭാഗമാണ്. രണ്ടുപേരും ഒരേ ചെടികൾ നട്ടു, പക്ഷെ ഒരാൾക്ക് ഉൽപ്പാദനം കൂടുകയും ഒരാൾക്ക് ഉൽപ്പാദനം കുറവുകയും ചെയ്തു. അപ്പം മികച്ച വിളവ് ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വളക്കൂറുള്ള മണ്ണ് വേണം, പിന്നെ കീടനിയന്ത്രണങ്ങൾ വേണം, ജലസേചനം വേണം, മറ്റു പരിചരണങ്ങൾ വേണം, കളനിയന്ത്രണം വേണം, വളം വേണം, അനുയോജ്യമായ കാലാവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്നത്. അടുത്തത് വളക്കൂറുള്ള മണ്ണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണം. നമ്മുടെ പ്രദേശത്ത് കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചാണകമുണ്ട്, യൂറിയ, ജൈവവളങ്ങളുണ്ട്, രാസവളങ്ങളുണ്ട്, കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ എല്ലുപൊടി, NPK വളം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, മത്സ്യവളം, ചാണകം, ഇതൊക്കെ ഒരുപാട് വളങ്ങളുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചാൽ ജൈവവളങ്ങളാണ് ചാണകം, കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം, മത്സ്യവളം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി, ഫുഡ് വേസ്റ്റുകളൊക്കെ. അടുത്ത രാസവളങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, റോക്ക് ഫോസ്ഫേറ്റ്, ഫാക്ടം ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. ഇതൊക്കെ രാസവളങ്ങളിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യ ഉൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളാണ്. മാക്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാലഘട്ടം 1925 തൊട്ട് 2023 വരെ. ഇനി ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകളാണ് പറയുന്നത്. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. പക്ഷേ രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ടാണ് നിർമ്മിക്കുന്നത്. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കും. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ പറ്റും.
ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗം, അതായത് മിക്സിംഗ് ആയിട്ടാണ് കർഷകർ ഉപയോഗിക്കുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ജീവാണുവളം അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസർ? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് കീടനിയന്ത്രണം. കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കീടങ്ങളെ, വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. അതിൽ കീടബാധ നിയന്ത്രണത്തിന് ഓരോ കർഷകർ പറയുന്ന കാര്യങ്ങളും തവള അതിൽ എത്രമാത്രം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബോക്സിൽ പറയുന്നത്. രാസ കീടനാശിനികളുമുണ്ട്, ജൈവ കീടനാശിനികളുമുണ്ട്. എൻഡോസൾഫാൻ, DDT, ലിൻഡേൻ, കാർബോഫ്യൂറാൻ, ഡിൽഡ്രിൻ ഇതൊക്കെയാണ് രാസ കീടനാശിനികൾ എന്ന് പറയുന്നത്. അടുത്ത ജൈവ കീടനാശിനികളാണ് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം, ചാണക ഗോമൂത്ര മിശ്രിതം ഇതൊക്കെ ജൈവ കീടനാശിനികളാണ്. കീടനിയന്ത്രണ മാർഗങ്ങളിൽ ജൈവ നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ലേഡി ബഗ് എന്ന് പറയുന്ന വട്ടച്ചാഴി. ഇത് ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു കീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തന്നെ തവള, അരണ, ഊന്ത്, വണ്ട് തുടങ്ങിയ ജീവികളും വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നുണ്ട്. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ ഇതേപോലുള്ള ജീവികളും കൂടെ ഇതിൽ കീടങ്ങളുടെ കൂടെ നശിക്കുന്നുണ്ട്. നെക്സ്റ്റ് യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയുണ്ട്. അവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ് ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു തുളസിയില ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ തുരത്തുന്നത്. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈക്കൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു ഇനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. അതേപോലെ തന്നെ ഒരു കീടമാണ് നിമവിരകൾ എന്ന് പറയുന്നത്. അത് വാഴനെ ബാധിക്കുന്ന ഒരു കീടങ്ങളുണ്ട്, മാണവണ്ട്, പിണ്ടിപ്പുഴു എന്നൊക്കെ പറയുന്നത്. അവയെ നശിപ്പിക്കാൻ നിമവിരകൾ ഭയങ്കര സഹായകം ആണ്. പിന്നെ വേരു തീനിപ്പുഴുക്കൾ, കശുമാവിലെ തുണ്ടുതുരപ്പൻ പുഴുവിനെതിരെയും പിന്നെ തെങ്ങുകളിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പൻ ചെല്ലി, കരിമ്പ്, തെങ്ങ്, കമുക്, ഏലം ഇതിലൊക്കെ ഉണ്ടാകുന്ന തീനിപ്പുഴുക്കൾക്കെതിരെയും നിമവിരകൾ ഫലപ്രദമാണ്. പിന്നെ ഇനി പറയാൻ പോകുന്നത് കീടനാശിനികളാണ്. കീടനാശിനികൾ 2 തരമുണ്ട്, രാസ കീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്നത് രാസ കീടനാശിനികളും ജൈവ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് ജൈവ കീടനാശിനികളുമാണ്. ജൈവ കീടനാശിനികൾ രാസങ്ങളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ്. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഇതൊക്കെ ജൈവ കീടനാശിനികളാണ്. ഇതൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി നമ്മുടെ തൊടികളിലും പറമ്പുകളിലും റോഡരികളിലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരുപാട് ചെടികൾ പച്ചക്കറികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണ്. അതായത് ഉങ്ങ് മരത്തിൻ്റെ ഇല, പിന്നെ പപ്പായയുടെ ഇല, പെരുവലം, കൊങ്ങിണി, കരിനൊച്ചി, പാണൽ, കാന്താരിമുളക്, കിരിയാത്ത്, ആര്യവേപ്പില ഇതിൻ്റെയൊക്കെ ഇലകൾ ഉപയോഗിച്ചിട്ട് ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുന്നുണ്ട്. പുകയില കഷായം ഉണ്ടാക്കുന്ന രീതി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് കെണിപ്രയോഗങ്ങൾ ഉദാഹരണങ്ങളാണ്. മഞ്ഞക്കെണി, അതായത് മഞ്ഞ നിറത്തെ ആകർഷിക്കുന്ന കീടങ്ങൾക്കുള്ളതാണ്. പിന്നെ കഞ്ഞിവെള്ളക്കെണി ഉണ്ട്, പഴക്കെണി, തുളസിക്കെണി, ഫെറമോൺ കെണി, മീൻ കെണി ഇതൊക്കെ കെണി പ്രയോഗങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കളനിയന്ത്രണം. നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കളനിയന്ത്രണം? കളനാശിനി പ്രയോഗിക്കൽ, കാലാവസ്ഥക്ക് ഇണങ്ങിയ വിളകളാണ് കൃഷി ചെയ്യേണ്ടത്. അതിനാൽ അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ കൃഷി ചെയ്യണമെന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയും ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ ഘടകങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. കൃഷി ചെയ്യുമ്പോൾ അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പോൾ നല്ലൊരു കർഷകനാകാൻ പൂതിയുള്ളവർക്ക് സ്ഥലമില്ലെങ്കിലും മണ്ണില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, വളങ്ങളില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, അതിനുള്ള ഒരുപാട് രീതികൾ പറഞ്ഞു. അപ്പോൾ സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ രീതികളിൽ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് കാർഷിക സംരംഭങ്ങളാണ്. ചെടികൾ നട്ടു വളർത്തുന്നത് മാത്രമല്ല കൃഷിയെന്നും അതിൽ അനുബന്ധ കാർഷിക മേഖലകളും ഉൾപ്പെടുന്നുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അനുബന്ധ കാർഷിക മേഖലകൾ കൃഷി ലാഭകരമാക്കുന്നു എന്ന ധാരണയും കുട്ടികളിൽ ഉണ്ടാവണം. ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റ് കാർഷിക സംരംഭങ്ങളെ നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് മറ്റ് കാർഷിക സംരംഭങ്ങൾ നമ്മൾ പറയുന്നത്? ഫസ്റ്റ്, പട്ടുനൂൽ പുഴു സെറികൾച്ചർ. സ്വാഭാവിക പട്ടുനൂൽ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ പുഴുവിൻ്റെ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് പട്ടുനൂൽ പുഴുക്കൾ വളരുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഫ്ലോറികൾച്ചർ അഥവാ പുഷ്പകൃഷി. ശാസ്ത്രീയമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ആന്തൂറിയം എന്നിവയ്ക്ക് വിപണന സാധ്യതയുള്ള പൂക്കളാണ്. അടുത്തത് തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്നതിനെയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് എപ്പികൾച്ചർ രീതിയിൽ വളർത്തുന്നത്. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. അടുത്തത് മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതി. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നുണ്ട്. അങ്കോറയെ രോമത്തിനായും വളർത്തുന്നുണ്ട്. അടുത്തത് കൂൺ കൃഷി അഥവാ മഷ്റൂം കൾച്ചർ. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് കൂൺ. ശാസ്ത്രീയമായി കൂൺ കൃഷി ചെയ്യുന്നതിനെയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. ഹരിതകമില്ലാത്ത ഒരു സസ്യമാണ് കൂൺ. അടുത്തത് പൗൾട്രി ഫാമിംഗ് അഥവാ കോഴിക്കൃഷി. മാംസത്തിനും മുട്ടയ്ക്കും വേണ്ടിയിട്ട് ശാസ്ത്രീയമായി പക്ഷികളെ വളർത്തുന്നതിനെയാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പൗൾട്രി ഫാമിംഗ് പക്ഷികൾക്കാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ പറയാം. കോഴി അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവ് മസ്കവി, ചാര, ചെമ്പല്ലി. കാട ജപ്പാനീസ്, ബോബ് വൈറ്റ്. അടുത്തത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നതിനെയാണ് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങളാണ് പശു, ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമ, മുറ, നീലിരവി, ബദാവരി. ആട് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. അടുത്തത് മത്സ്യകൃഷി അഥവാ പിസികൾച്ചർ. ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നു. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, കടല, രോഹു പോലുള്ള പല ഇനങ്ങളെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി തുടങ്ങിയ ഇനങ്ങളെയും വളർത്തുന്നുണ്ട്. ഇങ്ങനെ കൃഷി ചെയ്യുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. ഇപ്പോൾ വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികളും കൃഷി പരിപാലനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PSC ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് വരുന്നതാണ്. USS എക്സാമിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ഈ പാഠങ്ങൾ ഒരു വട്ടം വായിച്ചാൽ പോരാ, 2 വട്ടം വായിച്ചാൽ പോരാ, നല്ലോണം മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാർഷിക സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, സങ്കര ഇനങ്ങളുടേതൊക്കെ. എന്നിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കോർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എക്സാം അടുത്ത പാർട്ടിലായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഒന്നും കൂടെ എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഫുൾ സ്കോർ നേടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.